അബദ്ധസഞ്ചാരിയായ ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റർ. പ്രതിഭയുടെ തിളക്കം ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലും വ്യക്തിജീവിതത്തെ ബാധിക്കാറുണ്ട്. എന്നാൽ ടീമിനെയും രാജ്യത്തിന്റെ യശസ്സിനെയും ബാധിക്കും വിധം പെരുമാറ്റ ദൂഷ്യങ്ങളുണ്ടാകുമ്പോൾ പ്രതി ശിക്ഷ ഏറ്റുവാങ്ങാൻ നിർബന്ധിതനാകും. അങ്ങനെ ഒരു താരം ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിട്ടുണ്ട്. ഇടിരുമുനി ചമിക ധനുഷൻ പെരേര കരുണരത്ന അഥവാ ചമിക കരുണരത്ന എന്നായിരുന്നു അയാളുടെ നാമം. ക്രിക്കറ്റിനപ്പുറം ജാവലിൻ ത്രോയിലും ബാഡ്മിന്റണിലും ദേശീയ താരമായിരുന്ന കരുണരത്നെ അതിനുമപ്പുറം പല കുൽസിതങ്ങളുടെയും കൂട്ടുകാരൻ കൂടിയായിരുന്നു. താമസിച്ച ഹോട്ടലിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് തീ പടരാൻ ഇടയാക്കിയത് മുതൽ ബംഗ്ലാദേശിനെതിരെയുള്ള നാഗിൻ നൃത്തവും ടീം അച്ചടക്കം ലംഘിച്ച് ഗണികകളെ തേടിപ്പോയതടക്കം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു ആ ക്രിക്കറ്റ് ജീവിതം. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ വിവാഹിതയായ സ്ത്രീയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച് വിവാദത്തിലായപ്പോൾ ക്രിക്കറ്ററേക്കാൾ ഉപരി കരുണരത്നെ മാനസികാരോഗ്യ ചികിത്സ കിട്ടേണ്ട രോഗി കൂടിയാണെന്ന് ശ്രീലങ്കൻ ചീഫ് സെലക്ടർ പ്രമോദ് വിക്രം സിംഗെ പരസ്യമായി പ്രഖ്യാപിച്ചു. പ്രതിഭയുടെ തിളക്കത്തെ കരിന്തിരി കത്തിച്ച സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ നിരവധി തവണ അച്ചടക്ക നടപടികൾ നേരിട്ട ചമിക കരുണരത്നെ ഇപ്പോഴും ശ്രീലങ്കൻ ടീമിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അയാൾ പിൻപറ്റുന്ന പാരമ്പര്യവും ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ അയാൾക്കുള്ള പിടിപാടുകളും ഒന്നുകൊണ്ട് മാത്രമാണ്.